എൻ്റെ പൊന്ന് ട്രംപേ എന്ന് വിളിക്കേണ്ട ഗതികേടിലാണ് എല്ലാ ജനവും എന്ന് വേണമെങ്കിൽ പറയാം. ലോകം മുഴുവൻ അങ്ങനെയാണ്. കാരണം പൊന്നിന് വില അങ്ങ് കത്തിക്കയറുകയാണ്. പൊന്നിന് വില കയറുമ്പോൾ എന്തിനാ ഇപ്പൊ ട്രംപിനെ പറയുന്നത്? അത് ട്രംപിന്റെ നിലപാടുകളും US സാമ്പത്തിക പ്രതിസന്ധിയും പോലും പൊന്നിന്റെ വില കൂടാനുള്ള കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിനധികം എണ്ണ വില വരെ ഉയർന്നു എന്നുള്ളതാണ് ഇതിൽ പറയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ അങ്ങനെ അങ്ങ് മുന്നോട്ട് തൻപോരിമ കൊണ്ട് പോകാൻ ട്രംപിന് കഴിയുകയുമില്ല. കാരണം ട്രംപിന്റെ ഗവൺമെന്റ്, അതായത് US ഗവൺമെന്റ് ഇപ്പോൾ നേരിടുന്ന ഷട്ട് ഡൗൺ ഉണ്ടല്ലോ, ആ ഷട്ട് ഡൗണിനെ എതിരെ കോടതി തന്നെ രംഗത്ത് വന്നിട്ടുള്ള ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്. എവിടെയാണ് ട്രംപിന്റെ ഈ സർക്കാർ ജീവനക്കാരെ മുഴുവൻ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ആ നീക്കത്തിനെതിരെ സാൻ ഫ്രാൻസിസ്കോയിലെ ഫെഡറൽ കോടതി, അവിടുത്തെ ജഡ്ജാണ് ആ ഒരു നീക്കത്തെ തടഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 4000-ഓളം പേരെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിടാനായിട്ട് ട്രംപ് അച്ചായൻ കച്ചകെട്ടി ഇരുന്നിരുന്നത്. പക്ഷെ അതിനെതിരെ ഇപ്പോൾ കോടതി രംഗത്ത് വരുന്ന ഒരു കാഴ്ച, ഇനി 4000 പേരെ അല്ല 10,000-ഓളം പേരെ അവിടെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള നീക്കം നടന്നിരുന്നു എന്നുള്ളത് കൂടി വരുന്നുണ്ട്. ഇതിന് തടയിട്ടുകൊണ്ടാണ് കോടതി ഇടപെട്ടിരിക്കുന്നത്. ഈ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാനും ഗവൺമെന്റിന് വേണ്ടുന്ന പ്രവർത്തിക്കാനുള്ള ഫണ്ട് ഉറപ്പാക്കാനുമൊക്കെ സെനറ്റിലെത്തിയ ബിൽ വീണ്ടും പരാജയപ്പെട്ടതും ട്രംപിന് തിരിച്ചടിയാവുന്നു. നമുക്കറിയാം, ട്രംപിനെതിരെ തന്നെ അമേരിക്കയിലെ പല സ്റ്റേറ്റും നിലപാടുകൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ തന്നെ എത്രയോ തവണ പറയുന്നുണ്ട്, ട്രംപിനെതിരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള എല്ലാ നയതന്ത്രജ്ഞരും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരും എല്ലാം തന്നെ JP മോർഗന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയൊക്കെ വരുന്നുണ്ട്. ഈ പോക്ക് പോയാൽ ഇനി അമേരിക്ക തകർന്നു എന്ന് ഇനി കൂടുതൽ പറയാനൊന്നുമില്ല. ആ ഷെല്ലൊന്ന് പൊളിഞ്ഞു വീഴുക മാത്രമാണ് വേണ്ടത് എന്നുള്ളതാണ് അവരൊക്കെ പറയുന്ന ഒരു കാര്യം. വളരെ ചുരുക്കം, പീറ്റർ നവാരോ ഉൾപ്പെടെ പോലെയുള്ള കുറച്ചു പേർ മാത്രമാണ് ട്രംപിന്റെ ഈ നയങ്ങളെ എല്ലാം തന്നെ പിന്താങ്ങുന്നത്. നമുക്കറിയാം, സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയാൽ എല്ലാ കാലവും എല്ലാം നമുക്കുണ്ടാകാം. അതല്ലാതെ മേൽക്കോയ്മ നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ഇടയിൽ യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും വരെ പല വിള്ളലുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ സംഘടിച്ചു നിന്ന അവരിൽ പോലും പല കാരണങ്ങളെ കൊണ്ട് ഭിന്നതകൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്നും ഞാൻ തന്നെയാണ് വലിയവൻ എന്ന് കരുതിക്കൊണ്ടിരുന്ന അമേരിക്കയുടെ കാര്യം പറയാനുണ്ടോ? അമേരിക്കയുടെ ജനങ്ങൾ എന്ന് പറയുന്നത് എന്നും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചും വളരെ സുഖലോലുപരായിട്ടും കഴിഞ്ഞു വന്നിരുന്നവരാണ്. മാത്രമല്ല, അമേരിക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മറ്റു രാജ്യങ്ങളിലെ തലച്ചോറുകളെ ഉപയോഗിച്ചുകൊണ്ടാണ്. അമേരിക്കൻ തലച്ചോറുകളെക്കാൾ മറ്റു രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ തലച്ചോറ്, അതായത് ഇന്ത്യയിലെ യുവജനങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ചാണ് അവരുടെ ഓരോ കാര്യങ്ങൾ, ഔട്ട്സോഴ്സിങ്ങിന്റെ ഒക്കെ കാര്യം വന്നപ്പോൾ അവിടെ ഉണ്ടായ സ്തംഭനാവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനകം തന്നെ 2 ആഴ്ച ഈ ഷട്ട് ഡൗൺ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ 2 ആഴ്ചയിൽ കൂടുതൽ നീളും എന്നുള്ളതാണ്. അമേരിക്കൻ ജനം ഇപ്പോഴും വിശ്വസിക്കുന്ന, ഒരു പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഏതാണ്ട് ഒരു 35 ദിവസമാകുമ്പോഴേക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാകാം എന്നുള്ളതൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായത് കണക്കല്ല ഇത്തവണത്തെ ഒരു ഷട്ട് ഡൗൺ. ഇനി 35 ദിവസമോ അതിനുള്ളിൽ തന്നെയോ ഈ ഒരു ഷട്ട് ഡൗൺ തീർന്നു എന്നിരിക്കട്ടെ, തീർന്നിരുന്നാൽ പോലും അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ നയങ്ങൾ കൊണ്ട് തന്നെ അമേരിക്ക വളരെയധികം പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്നത്, പണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊരു 35 ദിവസം ആണല്ലോ ഉണ്ടായിരുന്നത്, എന്നിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഇത്തവണ കാര്യങ്ങൾ മറിയുകയാണ്. ജിയോപൊളിറ്റിക്സ് തന്നെ മറിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതനുസരിച്ചുള്ള വ്യതിയാനങ്ങളൊക്കെ അമേരിക്കയിലും ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക ഒരു പുറംമോടി അണിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ തകർന്നിട്ടില്ല എന്നുള്ളത് തന്നെ. അമേരിക്കയ്ക്ക് ഇനി ഫണ്ട് കൊടുക്കാൻ, അതായത് അമേരിക്കയ്ക്ക് കടം കൊടുക്കാൻ ആരുമില്ല. അമേരിക്ക IMF പോലുള്ള സംഘടനകൾ ഉപയോഗിച്ച് ഫണ്ട് നൽകുന്ന പല രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഫണ്ട് നൽകാൻ കഴിയില്ല. കാരണം അമേരിക്ക തകർന്നിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയെല്ലാം ഫണ്ട് നൽകുന്ന എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് ഇനി ഫണ്ട് നൽകില്ല. അപ്പൊ ഇതെല്ലാം എങ്ങനെ കണ്ടെത്തും? അതിനുള്ള വെപ്രാളവും സ്വന്തം ബിസിനസ് സ്ഥിതി വിശേഷമൊക്കെ കൃത്യമായി കൊണ്ടുപോകാനും വേണ്ടുന്ന വെപ്രാളമാണ് നിലവിൽ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലും അമേരിക്കയിൽ ട്രംപ് വന്നിട്ട് പറയുകയാണ്, ഇന്ത്യയും ചൈനയും റഷ്യൻ എണ്ണ വാങ്ങിക്കൂട്ടുകയാണ്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങരുത്, ഇന്ത്യയോട് മാത്രമാണ് എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് ട്രംപിന് എന്താ പറയാ എതിർപ്പുള്ളത്, ചൈനയോടില്ല. ഇന്ത്യക്ക് മേൽ 25% പിഴച്ചുങ്കം ഉൾപ്പെടെ ട്രംപ് ചുമത്തുന്നത് മൊത്തം 50% ഇറക്കുമതി തീരുവയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേസമയം താരിഫ് ഭാരം കുറയ്ക്കാനും US-ഉമായിട്ടുള്ള വ്യാപാര കരാറുകളൊക്കെ ചർച്ചകൾ സജീവമാക്കാനായിട്ട് ഇന്ത്യ US-ന്റെ എണ്ണ വൻതോതിൽ വാങ്ങിക്കൂട്ടാനായിട്ടും ആലോചിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇന്ത്യ എണ്ണ വാങ്ങും. ഇന്ത്യ ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങുക എന്നുള്ളതല്ല പോളിസി. നമുക്ക് എവിടെ നിന്ന് കുറവായിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ പോളിസി മാറ്ററുമായി ചേർന്ന് പോകുന്നത് എവിടെയാണ്, അവിടെ നിന്ന് നമ്മൾ എണ്ണ വാങ്ങാൻ ഒരുക്കമാണ്. പക്ഷെ ഇന്ത്യ ഇന്നത് ചെയ്യരുത് എന്ന് പറയാനായിട്ട് ഇന്നിപ്പോ ആരും ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് വരണ്ട. കാരണം അതൊരു 10-11 വർഷങ്ങൾക്ക് മുമ്പ് വരെ ആ ഒരു ഭീഷണിയൊക്കെ ഇന്ത്യക്ക് പുതുമയല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യയുടെ അടുത്ത് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് വന്ന് പോയി പണി നോക്കട പുല്ലേ എന്ന് പറയുന്ന ഒരു സ്ഥിതി ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അമേരിക്ക ഇത്രമേലൊക്കെ പിഴ ചുമത്തിയിട്ട് പോലും ഇന്ത്യ ആ ഒരു കാര്യത്തിൽ യാതൊരു തീരുമാനവും എടുക്കാതെ നിൽക്കുന്നത്. അതായത് ഇന്ത്യയുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നോക്കൂ, ഈ അമേരിക്കൻ പൊളിറ്റിക്സ് പോലും നമ്മുടെ രാജ്യത്ത് സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും US-ൽ നിന്ന് $15 ബില്യൺ ഏകദേശം 1.3 ലക്ഷം കോടി രൂപയുടെ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് കേന്ദ്രത്തിന്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നിലവിൽ US-ഉമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് 42.7 ബില്യന്റെ വ്യാപാര സർപ്ലസ് ഉണ്ട്. ഇതിൽ ട്രംപിന് നീരസവുമുണ്ട്. ട്രംപിന് അതൊന്നും കണ്ണിന് നേരെ കണ്ടുകൂടാ. അപ്പോൾ റഷ്യയെ കൈവിട്ട ഇന്ത്യ US-ന്റെ എണ്ണ വൻതോതിൽ വാങ്ങിക്കൂട്ടിയാൽ അമേരിക്ക അഭിമുഖീകരിക്കുന്ന ഈ വ്യാപാര കമ്മി കുറയുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ട്രംപിനെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ട്രംപ് പറയുന്നത് എന്താണ്, ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല, എന്നാൽ എനിക്കിപ്പോൾ അവർ ഉറപ്പു തന്നു അവർ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ല, അതൊരു വലിയ ചുവടുവയ്പ്പാണ്, ചൈനയെയും ഇതേ നിലപാടിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അള്ളാഹ്ക്കറിയാം എന്ന് പറയുന്നത് പോലെയാണ്. ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വളരെ വിലക്കുറവില് റഷ്യയിൽ നിന്ന് ഓയിൽ കിട്ടുകയാണ്, നമ്മളത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അമേരിക്കക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഒരു കൊതിക്കെറിവൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എക്സ്ട്രാ ഓയിൽ വാങ്ങാനായിട്ട് താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ട്രംപ് ഈ പറയുന്നത് പോലെ ട്രംപിന്റെ കാര്യം നമുക്കറിയാലോ. മച്ചാഡോ വിളിച്ചിട്ട് പറഞ്ഞ എന്താണ്, നൊബേൽ പ്രൈസ് കിട്ടിയ മറിയ കൊറേന മച്ചാഡോ അവർ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങൾ ഇത് സമർപ്പിക്കുക. കാരണം പല കാര്യങ്ങളിലുമൊക്കെ അമേരിക്ക അവരെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ രാജ്യത്തെ വെനസ്വേലയെ സഹായിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേട്ട പാതി ട്രംപ് വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്, എനിക്ക് അവര് ആ നൊബേൽ പ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലൊരു തീരുമാനമൊന്നും എടുത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കാര്യങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞു എന്നുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ട്രംപിന്റെ നിലപാടുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ സന്നദ്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒരിക്കലും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്നൊരു ഉറപ്പ് ട്രംപിന് കൊടുത്തു എന്നതാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാടനുസരിച്ച് ചിന്തിക്കാനേ കഴിയില്ല. എന്തായാലും ട്രംപിന്റെ നിലപാടിനനുസരിച്ച് നമ്മളിവിടെ നെഞ്ചത്ത് കൈവയ്ക്കണം. പൊന്നിന്റെയും എണ്ണയുടെയൊക്കെ വില കുതിക്കുന്നത് അത്രത്തോളം ഉയർന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഒരു പ്രസ്താവന വന്നപ്പോൾ രാജ്യാന്തര എണ്ണ വില
എന്ന് പറയുന്നത് വളരെയധികം കുതിച്ചിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച നടത്തിയ സംഭാഷണത്തിനിടെയാണ് മോദി റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന് പറഞ്ഞത് എന്നൊക്കെയാണ് വെടിയുതിർത്തത് ട്രംപ്. പിന്നാലെ WTI ക്രൂഡ് വില ബാരലിന് 0.82% ഉയർന്നിട്ട് $58.75 എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ട്രംപിന്റെ നിലപാടുകൾക്കനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. എന്തായാലും പൊന്നും എണ്ണയൊന്നും നമ്മളെ ചതിക്കാതിരിക്കട്ടെ. ഇന്ത്യയുടെ നിലപാടുകൾ വളരെ ശക്തമായി തന്നെ ഇരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.